ഇന്ന് വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്റ്റൈൽ അവിയലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അവിയൽ തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. സദ്യയുടെ മെയിൻ ഐറ്റമാണ് അവിയൽ. ഇപ്പോൾ അവിയൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിയലിന് കഷ്ണങ്ങൾ നമ്മൾ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഏകദേശം എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെയാണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങ് കറക്റ്റായിട്ടൊന്നും അല്ല കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പടവലങ്ങ, കുമ്പളങ്ങ, ബീൻസ്, കോവയ്ക്ക, ക്യാരറ്റ്, പിന്നെ 2 പച്ചമുളക്, ചേന, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ്, നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കുഴഞ്ഞു പോകുന്ന വെജിറ്റബിൾസ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതായത് വഴുതനങ്ങ, കത്തിരിക്ക പോലുള്ള വെജിറ്റബിൾസ് അവിയലിന് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായാണ്. 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ആണെങ്കിലും അധികം മൂക്കാത്തത് തന്നെയാണ് നല്ലത്. മൂത്ത മുരിങ്ങക്കായാണെങ്കിലും അവിയലിൽ കിടക്കുമ്പോൾ അതങ്ങോട്ട് പൊങ്ങ് പോലെ ഇരിക്കും, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ഒരു പച്ചക്കായയും കൂടെ എടുത്തിട്ടുണ്ട്. അത് അധികം തൊലിയൊന്നും കളയാതെ നീളത്തിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ ഉപ്പ് വെള്ളത്തിലാണ് കട്ട് ചെയ്തിട്ടത്, കറി അധികം ഇളകാതിരിക്കാനായിട്ട്. പിന്നെ നമുക്ക് അവിയൽ തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചൂട് കട്ടിയുള്ള ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല, ഉരുളിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ അവിയൽ ഉണ്ടാക്കിയെടുക്കാം, അടി പിടിക്കാതെ തന്നെ. അപ്പോൾ മൺചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. ചേന ഫസ്റ്റ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് കിട്ടുന്ന ചേന വെന്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ചില സമയത്താണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ചേന വെന്തില്ലെങ്കിൽ അവിയലിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമുക്ക് ചേനയും ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1/4 കപ്പോളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേന ഒന്ന് പകുതി വേവാകുമ്പോൾ ബാക്കി കഷ്ണങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഒന്നങ്ങ് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് ചേന വേവിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്, നമ്മുടെ അവിയലിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. 1/4 ടീസ്പൂൺ മുളക് പൊടി മതി. നമ്മൾ കൂടുതലായിട്ട് പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അടച്ച് വെച്ചിട്ട് നമുക്ക് ചേന ഒന്ന് പകുതി വേവ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കൈപ്പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കയ്യിൽ കുത്തിപ്പിടിക്കുന്ന പിടിക്ക് 2 കൈപ്പിടി തേങ്ങയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു ഇത്തിരി കറിവേപ്പില, പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടി നമുക്ക് തോരനൊക്കെ ഒതുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് അരിഞ്ഞു വരുന്ന രീതിയിലൊന്ന് ഒതുക്കിയെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിൽ ഒതുക്കിയെടുത്താൽ മതി. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് 2-3 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചേന വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇപ്പോൾ ചേന അത്യാവശ്യം പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും വറ്റിയിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ക്യാരറ്റ്, അതുപോലെ വേവ് കൂടിയ കഷ്ണങ്ങൾ അടിയിൽ വരുന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്യാരറ്റ്, പയർ, ബീൻസ് അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ട് പച്ചക്കായ വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. പച്ചക്കായ ഇല്ലെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് വെന്ത് പോകും, അതുകൊണ്ടാണ് ഏറ്റവും മുകളിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യേണ്ട. ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമുക്ക് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം കൂടെ ഒന്ന് കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒന്ന് ഒതുക്കി അങ്ങ് വെച്ചിട്ട് അടച്ചു വെച്ച് 5-10 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇതുപോലെ മുകളിൽ വയ്ക്കുക പച്ചക്കായ. ഇനി ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇനി 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇട്ടാൽ മതി. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. വീണ്ടും ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് തട്ടിപ്പൊത്തി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കഷ്ണങ്ങൾ പകുതിയോളം വെന്ത് വരുന്ന സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 5 മിനിറ്റും കൂടെ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയിലൊക്കെ ഉള്ള വെള്ളവും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പകരം പൊടിയുപ്പിട്ടാലും മതി. കല്ലുപ്പിട്ട് കഴിയുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. കൂടുതലും കറിയിൽ കല്ലുപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ചേനയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടി കഷ്ണങ്ങൾ പാകത്തിന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൺചട്ടിയാണേലും ഏത് പാത്രത്തിലാണേലും ഇടയ്ക്കിടയ്ക്ക് കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ആവിയിലാണ് ഇനി കഷ്ണങ്ങൾ വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ 5 മിനിറ്റും കൂടെ നമ്മൾ ആവി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങൾ പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം. നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാനൊന്നും അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. ചേന വേവിക്കാൻ മാത്രമാണ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇതുപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ് നമ്മുടെ അവിയൽ വെന്ത് കിട്ടുന്നത്. അപ്പോൾ കഷ്ണങ്ങൾ പകുതി വേവാവുന്ന സമയത്ത് മുരിങ്ങക്കായ ചേർത്ത് കൊടുത്താൽ മതി. മുരിങ്ങക്കായ ഒരുപാട് വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ണങ്ങൾ 3/4 ഭാഗം വേവായപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ മുരിങ്ങക്കായ നന്നായിട്ട് നിങ്ങൾക്ക് വേവണമെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വേവിച്ചെടുത്താൽ മതി. അവിയലിൽ എപ്പോഴും മുരിങ്ങക്ക 3/4 ഭാഗത്തോളം വേവിൽ കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. അവിയലിനൊരു പ്രത്യേക രുചിയാണ് ആ മുരിങ്ങക്കായ ഒരു വാടിയ ടേസ്റ്റിൽ കഴിക്കുമ്പോൾ. പിന്നെ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് മുരിങ്ങക്കായ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. മുരിങ്ങക്കായ 3/4 ഭാഗം വേവാകുമ്പോൾ വേണം നമുക്ക് പുളിക്കായിട്ട് ഇതിന് തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ തൈര് ഒഴിച്ച് അവിയൽ ഉണ്ടാക്കാറുണ്ട്, മാങ്ങയിട്ട് അവിയൽ ഉണ്ടാക്കാറുണ്ട്, വാളംപുളി പിഴിഞ്ഞ വെള്ളത്തിൽ അത് ചേർത്തിട്ടും അവിയൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് തൈര് ഒഴിച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഇത്തിരി കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുക. കൈകൊണ്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കണം. അവിയലിനൊരു പ്രത്യേക ടേസ്റ്റും മണവും കിട്ടും. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സദ്യയിലെ പ്രധാനമായിട്ടാണ് അവിയൽ. അവിയൽ നന്നായാൽ സദ്യ നന്നായി എന്നാണ് പറയാറ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ മുരിങ്ങക്കായ 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും മുരിങ്ങക്കായ വേവിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പുളിയുള്ള 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇനി തൈര് നമുക്ക് കഷ്ണങ്ങളിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി തൈരിൽ കിടന്നിട്ട് നന്നായിട്ട് കഷ്ണങ്ങളൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളിൽ പിടിക്കും. തൈരിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് നമുക്ക് കഷ്ണങ്ങളിൽ പിടിച്ച് കിട്ടും. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. 2-3 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റിയതിന് ശേഷം വേണം നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. തൈരും കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി അങ്ങ് വെക്കുക. ബാക്കിയുള്ള വേവൊക്കെ ഈ അവിയലായി കിട്ടിക്കോളും. അപ്പോൾ കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അവിയലിൽ ഇതുപോലെ പച്ചയ്ക്ക് നല്ല കറിവേപ്പില ഞെരടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ അവിയലിന് നല്ലൊരു മണവുമാണ്. അപ്പോൾ 2-3 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നമുക്കത് ഒതുക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരപ്പ് കഷ്ണങ്ങളിലേക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വരുന്ന രീതിക്ക് നമുക്ക് മിക്സാക്കി എടുക്കണം. അപ്പോൾ അവിയലിന് തേങ്ങ എടുക്കുമ്പം ഒരുപാട് തേങ്ങ എടുക്കരുത്. കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് നന്നായിട്ട് പുരണ്ട് വരുന്ന ആ ഒരു അളവിൽ തേങ്ങ എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. തേങ്ങ ഒരുപാടായി കഴിഞ്ഞാൽ ഒരു പുഴുക്കിൻ്റെയൊക്കെ ആ ഒരു രീതിയിലേക്കായി പോവും. കഷ്ണങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പുരണ്ടിരിക്കുന്ന രീതിക്ക് തേങ്ങ എടുത്താൽ മതി. ഇനി ഇത്തിരി കറിവേപ്പില ഇതുപോലെ ഞെരടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു വാഴയില വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ആവി പുറത്ത് പോവാത്ത രീതിയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഈ വാഴയിലയൊക്കെ വെന്ത ഈ കറിവേപ്പിലയുടെയൊക്കെ വാഴയില വെന്ത ടേസ്റ്റൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ അവിയലിന്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ അവിയൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. 2-3 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. അപ്പോൾ അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടും. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ആ കറിവേപ്പിലയും ആ വാഴയിലയൊക്കെ വെന്ത നല്ലൊരു മണമാണ്. നല്ല കുഴഞ്ഞ് ഓവറായിട്ട് കുഴഞ്ഞ് പോവാതെ പാകത്തിന് കുഴഞ്ഞ് വെന്ത നല്ല സൂപ്പർ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഫ്രഷോടുകൂടി ഞെരടി ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അവിയലിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് പച്ച വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്യരുത്. ഇച്ചിരി കൂടുതൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ എടുക്കുക. ഇതാണ് നമ്മുടെ കിടിലൻ അവിയൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് സമയം വാഴയില വെച്ച് ഒന്നുകൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ മണമൊക്കെ അതിലങ്ങനെ അങ്ങ് നിൽക്കാനായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ അതുകൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.